ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ക്ലെഫ്റ്റ് സെൻറ്റൻസസ്. ക്ലെഫ്റ്റ് സെൻറ്റൻസസ് എന്ന ഒരു ടോപ്പിക് നമ്മൾ ഇതിനു മുൻപ് 2 ലെസൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും ക്ലെഫ്റ്റ് സെൻറ്റൻസിനെ പറ്റി ഒരു ലെസൺ കൂടി വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ലെസൺ. ഇത് ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള ലെസണാണ്. എന്താണ് ക്ലെഫ്റ്റ് സെൻറ്റൻസസ്? ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ്, അതല്ലെങ്കിൽ സ്പ്ലിറ്റ് എന്നൊക്കെയാണ് മീനിങ്. അപ്പോൾ ഒരു സെൻറ്റൻസിലെ ഒരു ഭാഗത്തിനെ മാത്രം നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയുക, അതാണ് ക്ലെഫ്റ്റ് സെൻറ്റൻസസ്. ഒരു മലയാളത്തിലൊരു സെൻറ്റൻസ് ഞാൻ പറയട്ടെ. ഞാൻ ഇന്നലെ ഗീതയുടെ വീട്ടിൽ പോയി. അതൊരു സെൻറ്റൻസ്. ഇതിൽ ഇന്നലെ ഗീതയുടെ വീട്ടിൽ പോയത് ഞാനാണ് എന്ന് പറഞ്ഞാലോ? ഞാൻ എന്ന വാക്കിന്, അതായത് ഞാനാണ് അവിടെ പോയത് എന്നതിന് ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ആ സെൻറ്റൻസിൽ കൊടുത്തു. ഇനി ഞാൻ ഗീതയുടെ വീട്ടിൽ പോയത് ഇന്നലെയാണ്. നോക്കൂ, ഇന്നലെ എപ്പോഴാണ് പോയത് എന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ അവിടെ ആ വേർഡ് ഓർഡർ മാറി. ഞാൻ ഇന്നലെയാണ് ഗീതയുടെ വീട്ടിൽ പോയത്. ഇനി അതല്ലെങ്കിൽ ഞാൻ ഇന്നലെ പോയത് ഗീതയുടെ വീട്ടിലാണ്. ഇവിടെ നോക്കൂ, ഗീതയുടെ ഏത് വീട്ടിലാണ് പോയത്? ഗീതയുടെ വീട്ടിലാണ് പോയത് എന്നതിനായി ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സെൻറ്റൻസിൽ തന്നെ ഒരു ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയുന്നതാണ് ക്ലെഫ്റ്റ് സെൻറ്റൻസസ്. ഇംഗ്ലീഷിൽ പലതരത്തിലുള്ള കാറ്റഗറീസ് ആയിട്ട് ക്ലെഫ്റ്റ് സെൻറ്റൻസിനെ തിരിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് ആണ്. ക്ലെഫ്റ്റ് സെൻറ്റൻസസ് പറയുമ്പോൾ ഇറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് പറയാം. ഇറ്റ് ക്ലെഫ്റ്റ് സെൻറ്റൻസസ്. അതിന് ഒരു എക്സാമ്പിൾ: ഇറ്റ് വാസ് ദ മാനേജർ ഹൂ മെയ്ഡ് ദ ഡിസിഷൻ. ഇറ്റ് വാസ് ദ മാനേജർ ഹൂ മെയ്ഡ് ദ ഡിസിഷൻ എന്ന് പറയുമ്പോൾ മാനേജറാണ് ആ ഡിസിഷൻ എടുത്തത് എന്നായില്ലേ? ഇറ്റ് വാസ് ദ മാനേജർ. ദ മാനേജർ എന്ന വാക്കിന് നമ്മൾ കൂടുതൽ എംഫസിസ് കൊടുക്കുന്നു. ഇറ്റ് വാസ് ദ ബ്യൂട്ടിഫുൾ സീനറി ദാറ്റ് അട്രാക്റ്റഡ് അസ് ടു ദ പ്ലേസ്. നോക്കൂ, ആ സ്ഥലത്തേക്ക് ഞങ്ങളെ ആകർഷിച്ചത് ഇറ്റ് വാസ് ദ ബ്യൂട്ടിഫുൾ സീനറി. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ്. ആ സ്ഥലത്തേക്ക് ഞങ്ങളെ ആകർഷിച്ചത് എന്നായി. ആ ബ്യൂട്ടിഫുൾ സീനറി എന്നതിന് ഇമ്പോർട്ടൻസ്. ഇറ്റ് ഈസ് ദ ടീച്ചേഴ്സ് ഗൈഡൻസ് ദാറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് സക്സീഡ്. ടീച്ചറുടെ ഗൈഡൻസ് ആണ് കുട്ടികളെ വിജയിക്കാൻ സഹായിക്കുന്നത്. ടീച്ചറുടെ ഗൈഡൻസ് ആണ്, ദ ടീച്ചേഴ്സ് ഗൈഡൻസ് എന്നതാണ് അവിടെ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ടീച്ചേഴ്സ് ഗൈഡൻസ് ദാറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് സക്സീഡ്. ഒരു ടൈപ്പ് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് ആണ് WH വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്. WH വേർഡ്സ് എന്ന് പറയുമ്പോൾ വെൻ, വൈ, വേർ, വാട്ട് ഒക്കെ ആകാം. അതിന് ഒരു എക്സാമ്പിൾ: വാട്ട് ഐ നീഡ് ഈസ് എ ഗുഡ് സ്ലീപ്പ്. എനിക്ക് ആവശ്യമുള്ളത്, വാട്ട് ഐ നീഡ് ഈസ് എ ഗുഡ് സ്ലീപ്പ്, നല്ല ഒരു ഉറക്കം ആണ്. വാട്ട് ഐ നീഡ് ഈസ് എ ഗുഡ് സ്ലീപ്പ്. അപ്പോൾ വാട്ട് എന്ന ഒരു WH വേർഡ് അവിടെ ഉപയോഗിച്ചു. ഹൂ ഹെൽപ്ഡ് മീ വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നെ സഹായിച്ചത്. മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന ആ ഒരു ഫ്രേസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഹൂ എന്ന WH വേർഡ് ഉപയോഗിച്ചു. വെൻ ഐ വിൽ ബി ബാക്ക് ഈസ് അൺസേർട്ടൻ. ഞാൻ എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അൺസേർട്ടൻ ആണ്. വെൻ ഐ വിൽ ബി ബാക്ക്, വെൻ WH വേർഡാണ് വെൻ. അപ്പോൾ അൺസേർട്ടൻ എന്ന വാക്കിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു. വൈ ഐ ആം ഹിയർ ഈസ് ടു ലേൺ. വൈ ഐ ആം ഹിയർ ഈസ് ടു ലേൺ. ടു ലേൺ എന്നതിനാണ് ഫോക്കസ്. എന്തിനാണ് ഞാനിവിടെ? പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വാട്ട് ദേ വാണ്ട് ഇസ് എ ചേഞ്ച്. അവർക്ക് വേണ്ടത് ചേഞ്ചാണ്. വാട്ട്. നോക്കൂ, ഇതൊക്കെ WH ക്ലെഫ്റ്റ് സെൻറ്റൻസസ് ആണ്. WH വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെൻറ്റൻസിന് ഒരു ഭാഗത്തിന് ഫോക്കസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത്തരം സെൻറ്റൻസുകൾ തന്നെ അതൊരു റിവേഴ്സ് ചെയ്തിട്ട് പറയാം. റിവേഴ്സൽ ക്ലെഫ്റ്റ് സെൻറ്റൻസസ്. വാട്ട് ഐ നീഡ് ഇസ് എ ഗുഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞല്ലോ. നമുക്കിങ്ങനെ പറയാം: എ ഗുഡ് സ്ലീപ്പ് ഈസ് വാട്ട് ഐ വാണ്ട്, അല്ലെങ്കിൽ വാട്ട് ഐ നീഡ്. എ ഗുഡ് സ്ലീപ്പ് ഈസ് വാട്ട് ഐ നീഡ്. എ ചേഞ്ച് ഈസ് വാട്ട് ദേ വാണ്ട്. ടു ലേൺ ഈസ് വൈ ഐ ആം ഹിയർ. ഇതൊക്കെ റിവേഴ്സ് ചെയ്തിട്ട് പറയുകയാണ്. ടു ലേൺ ഈസ് വൈ ഐ ആം ഹിയർ.
ഇനി ചില സെൻറ്റൻസുകൾ, ചില ക്ലെഫ്റ്റ് സെൻറ്റൻസുകളൊക്കെ നമുക്ക് ഓൾ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഓൾ ഐ വാണ്ട് ഈസ് എ ഗുഡ് കപ്പ് ഓഫ് കോഫി. എനിക്ക് വേണ്ടത്, ആകെ കൂടി എനിക്ക് വേണ്ടത്, ഓൾ ഐ വാണ്ട് ഈസ് എ ഗുഡ് കപ്പ് ഓഫ് കോഫി. ഒരു നല്ല കപ്പ് കാപ്പിയാണ് ആകെ എനിക്ക് വേണ്ടത്. ഓൾ ഐ നീഡ് ഈസ് എ ബ്രേക്ക്. എനിക്ക് ആകെ കൂടി ആവശ്യമുള്ളത് ഒരു ബ്രേക്കാണ്. ഓൾ ഐ നീഡ് ഈസ് എ ബ്രേക്ക്. ഓൾ ഷീ കെയർസ് എബൌട്ട് ഈസ് ഹെർ ഫാമിലി. അവൾ ആകെ കെയർ ചെയ്യുന്നത് അവളുടെ ഫാമിലിയെ പറ്റിയാണ്. ഓൾ ഷീ കെയർസ് എബൌട്ട് ഈസ് ഹെർ ഫാമിലി. ഇനി ചില സെൻറ്റൻസുകളൊക്കെ ദ തിങ് ഐ വാണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ദ ഓൺലി തിങ് ഐ ആം ലുക്കിംഗ് ഫോർ ഈസ് എ ഗുഡ് പ്ലേസ് ടു റിലാക്സ്. എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേസാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദ ഓൺലി തിങ് ഐ ആം ലുക്കിംഗ് ഫോർ ഈസ് എ ഗുഡ് പ്ലേസ് ടു റിലാക്സ്. ദ ഫസ്റ്റ് തിങ് ഐ ഡു എവറി മോർണിംഗ് ഈസ് എക്സസൈസ്. ദ ഫസ്റ്റ് തിങ്, ആദ്യത്തെ കാര്യം എല്ലാ ദിവസവും ചെയ്യുന്നത് എക്സസൈസാണ്. ദ ഫസ്റ്റ് തിങ് ഐ ഡു എവറി മോർണിംഗ് ഈസ് എക്സസൈസ്. ഇത്തരം സെൻറ്റൻസുകൾ നമുക്ക് തിരിച്ച് പറയാം, റിവേഴ്സ് ചെയ്തിട്ട് പറയാം. അതെങ്ങനെയാണ്? എ ഗുഡ് കപ്പ് ഓഫ് കോഫി ഈസ് ഓൾ ഐ നീഡ്. നോക്കൂ, ഓൾ ഐ നീഡ് ഈസ് എ ഗുഡ് കപ്പ് ഓഫ് കോഫി എന്നത് എ ഗുഡ് കപ്പ് ഓഫ് കോഫി ഈസ് ഓൾ ഐ നീഡ് അങ്ങനെ പറയാം. എ ബ്രേക്ക് ഈസ് ഓൾ ഐ നീഡ്. എ പ്ലേസ് ടു റിലാക്സ് ഈസ് ദ ഓൺലി തിങ് ഐ ആം ലുക്കിംഗ് ഫോർ. എ പ്ലേസ് ടു റിലാക്സ് ഈസ് ദ ഓൺലി തിങ് ഐ ആം ലുക്കിംഗ് ഫോർ. എക്സസൈസ് ഈസ് ദ ഫസ്റ്റ് തിങ് ഐ ഡു എവറി മോർണിംഗ്. ഇങ്ങനെ അത് റിവേഴ്സ് ചെയ്തിട്ടും പറയാം. ചില ക്ലെഫ്റ്റ് സെൻറ്റൻസസ് ഒക്കെ പ്രപ്പോസിഷണൽ ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് പറയാറുണ്ട്. ഇറ്റ് വാസ് ഇൻ ദ ലൈബ്രറി ദാറ്റ് ഐ സ്റ്റഡീഡ് ഫോർ മൈ എക്സാം. എൻ്റെ എക്സാമിന് വേണ്ടി ഞാൻ പഠിച്ചത് ഇറ്റ് വാസ് ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ടാണ് എന്ന മീനിങ്ങിലാണ് അത് പറയുന്നത്. ഇറ്റ് വാസ് ഇൻ ദ ലൈബ്രറി. നോക്കൂ, ഇൻ ദ ലൈബ്രറി എന്ന ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് അവിടെ ഉപയോഗിച്ചു. ഇറ്റ് വാസ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ദാറ്റ് ഐ ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്. ഒരുപാട് ബുദ്ധിമുട്ടോടു കൂടിയാണ് ഞാൻ ആ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തത്. ഇറ്റ് വാസ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി. അപ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു മാനർ വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ആണ്. അതിനാണ് ഒരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്. ഇറ്റ് വാസ് ഇൻ പാരീസ് ദാറ്റ് ഐ ഫസ്റ്റ് മെറ്റ് ഹിം. പാരീസിൽ ആണ് ഞാൻ അവനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. ഇറ്റ് വാസ് ഇൻ പാരീസ് ആ ലൊക്കേഷനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഇറ്റ് വാസ് ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് ദാറ്റ് ഐ ഡെവലപ്ഡ് എ ലവ് ഫോർ മ്യൂസിക്. മ്യൂസിക്കിലേക്ക് എനിക്ക് തോന്നിയത് എപ്പോഴാണ്? ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ്. അപ്പോൾ ഇറ്റ് വാസ് ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ്. നോക്കൂ, ആ ഒരു പീരീഡ് ആണ് അവിടെ ഇമ്പോർട്ടൻസ്. ഇറ്റ് വാസ് ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് ദാറ്റ് ഐ ഡെവലപ്ഡ് എ ലവ് ഫോർ മ്യൂസിക്. ഇറ്റ് ഈസ് ത്രൂ ഹാർഡ് വർക്ക് ദാറ്റ് വി അച്ചീവ് സക്സസ്. ഇറ്റ് ഈസ് ത്രൂ ഹാർഡ് വർക്ക്. അപ്പോൾ ഏതാണ് ആ ഒരു മെത്തേഡ്, ഏത് തരത്തിലാണ്? അപ്പോൾ അവിടെ ഇറ്റ് ഈസ് ത്രൂ ഹാർഡ് വർക്കിൽ കൂടിയാണ്. അവിടെ ഒരു മാനർ ആണ്. ഇറ്റ് ഈസ് ത്രൂ ഹാർഡ് വർക്ക്. ഇറ്റ് വാസ് വിത്ത് എ ഹെവി ഹാർട്ട് ദാറ്റ് ഐ അനൗൺസ്ഡ് മൈ റെസിഗ്നേഷൻ. എൻ്റെ റെസിഗ്നേഷൻ ഞാൻ അനൗൺസ് ചെയ്തത് ഇറ്റ് വാസ് വിത്ത് എ ഹെവി ഹാർട്ട്. അപ്പോൾ എങ്ങനെയാണ് എന്നതാണ് വിത്ത് എ ഹെവി ഹാർട്ട്. അതിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അവിടെ നമ്മൾ ആ ഒരു ഇമോഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ദർ എന്ന് യൂസ് ചെയ്യുന്ന ചില ക്ലെഫ്റ്റ് സെൻറ്റൻസസ്. ദർ ഈസ് സംതിങ് ദാറ്റ് ഐ നീഡ് ടു ടെൽ യു. ദർ ഈസ് സംതിങ് ദാറ്റ് ഐ നീഡ് ടു ടെൽ യു. ഇവിടെ ദർ ഈസ് സംതിങ്, ആ സംതിങ് എന്താണ്? ചില ഇൻഫർമേഷനാണ്, ചില വിവരങ്ങൾ ഉണ്ട്. അതിൻ്റെ എക്സിസ്റ്റൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചില ഇൻഫർമേഷൻ, ചില വിവരങ്ങളുണ്ട്. ദർ ഈസ് സംതിങ് ദാറ്റ് ഐ നീഡ് ടു ടെൽ യു. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ എംഫസിസ് കൊടുക്കുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻഫർമേഷനാണ്. ദർ were several reasons why I didn't attend the party. ഞാൻ പാർട്ടി അറ്റൻഡ് ചെയ്യാതിരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട് എന്നാണ്. ദർ were several reasons. അവിടെ ആ റീസൺസ് ഉണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് മെനി റീസൺസ് ആണ് അവിടെ പറയുന്നത്. ദർ were many reasons why I didn't attend the party. അപ്പോൾ ദർ എന്ന ക്ലെഫ്റ്റ് സെൻറ്റൻസസ്. ഇപ്പോൾ നമ്മൾ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലെഫ്റ്റ് സെൻറ്റൻസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിലായാലും റിട്ടൺ ഇംഗ്ലീഷിലായാലും ഒക്കെ ഉപയോഗിക്കാം.